ഉദയഗിരി പഞ്ചായത്തിൻ്റെ ഇന്നലകൾ ഈ പഞ്ചായത്ത് ഉണ്ടാക്കിയത് തന്നെ കോൺഗ്രസ്സാണ്, UDF ആണ്. അപ്പോൾ ഈ 1980 ജനുവരി 1 ഉദയഗിരി പഞ്ചായത്ത് ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യപ്പെട്ടു. അതിനു മുമ്പ് ഇത് ആലക്കോട് പഞ്ചായത്തിൻ്റെ ഭാഗമായിരുന്നു. ഈ നാടിൻ്റെ വികസനം ത്വരിതപ്പെടുത്താൻ വേണ്ടിയാണ് ആലക്കോട് പഞ്ചായത്ത് വെട്ടിമുറിച്ച് ഉദയഗിരി പഞ്ചായത്ത് രൂപീകരിച്ചത്. അപ്പോൾ ആ പഞ്ചായത്ത് രൂപം കൊണ്ടത് ഞാൻ പറഞ്ഞല്ലോ, ജനുവരി 80 ജനുവരി 1 ഈ പഞ്ചായത്ത് ഉദ്ഘാടനം ചെയ്യപ്പെട്ടത്. അന്ന് തന്നെയാണ് നമ്മുടെ കാർത്തികപുരത്ത് ജനങ്ങൾ നിർമ്മിച്ച ഒരു കോൺക്രീറ്റ് പാലം ഉദ്ഘാടനം ചെയ്യപ്പെട്ടത്. അന്ന് തന്നെയാണ്. അന്ന് പാലത്തിൻ്റെ ഉദ്ഘാടനം അഭിമന്യനായ വള്ളപ്പള്ളി പിതാവും, പഞ്ചായത്തിൻ്റെ ഉദ്ഘാടനം അന്ന് ജില്ലാ കളക്ടറായിരുന്ന ഡോക്ടർ കോശി IAS അദ്ദേഹവുമാണ് ഉദ്ഘാടനം ചെയ്തത്. ഇത് രണ്ടിൻ്റെയും പരിശ്രമങ്ങൾ നടത്തിയത് അന്ന് ഉദയഗിരിയിലുണ്ടായിരുന്ന ഉദയഗിരി വികസന സമിതി. അന്ന് അതിൻ്റെ പ്രസിഡന്റ് റവറൻഡ് ഫാദർ അഗസ്റ്റിൻ കിഴക്കരക്കാട്ടായിരുന്നു. ഞാൻ അതിൻ്റെ ജനറൽ സെക്രട്ടറിയുമായിരുന്നു. ആ വികസന സമിതിയുടെ 2-3 വർഷങ്ങളിൽ നിരന്തരമായ പരിശ്രമം, ആ പരിശ്രമത്തിന് കോൺഗ്രസിൻ്റെ UDFൻ്റെ ഭരണ നേതൃത്വം വളരെയേറെ സഹായിച്ചതുകൊണ്ടാണ് ഈ പഞ്ചായത്ത് യാഥാർത്ഥ്യമാക്കാൻ നമുക്ക് സാധിച്ചത്. അന്ന് പഞ്ചായത്ത് വകുപ്പ് മന്ത്രി ശ്രീ അൽഖാദർ കുട്ടി നഹാ സാഹിബാണ്. നഹാ സാഹിബിൻ്റെ അടുത്ത് ഞങ്ങൾ ഈ നിവേദനം കൊടുക്കുമ്പോൾ തന്നെ അന്ന് ഗവൺമെൻറ്റിലുണ്ടായിരുന്ന തൊഴിൽ മന്ത്രിയായിരുന്ന ശ്രീ ഉമ്മൻചാണ്ടി അദ്ദേഹമാണ് അങ്ങേയറ്റം അതിൽ സഹായിച്ചത്. അദ്ദേഹത്തിൻ്റെ സഹായത്തോടു കൂടി നടത്തിയിട്ടുള്ള പരിശ്രമങ്ങളുടെ ഫലമായിട്ടാണ് ഈ പഞ്ചായത്ത് രൂപം കൊണ്ടത് തന്നെ. അപ്പോൾ UDFനോട് കടപ്പെട്ട ഒരു പഞ്ചായത്താണ് ജന്മം കൊണ്ട് തന്നെ ഈ പഞ്ചായത്ത്. അപ്പോൾ അതിനുശേഷം 80 ശേഷം നടന്ന തെരഞ്ഞെടുപ്പുകളിൽ ഇപ്പോൾ നമ്മൾ 45 വർഷം പിന്നിട്ടിരിക്കുന്നു. ഈ പിന്നിട്ടതിൽ 10 വർഷം മാത്രമാണ് LDF 2 തവണ ഈ പഞ്ചായത്ത് ഭരിച്ചത്. 35 വർഷവും ഈ പഞ്ചായത്ത് ഭരിച്ചത് കോൺഗ്രസ്സാണ്, UDF ആണ്. ഞാൻ 88 പഞ്ചായത്തിൻ്റെ പ്രസിഡൻ്റായി ആദ്യം ചുമതലയെടുക്കുന്നത്. 6-ാം വാർഡിലെ സഹപ്രവർത്തകർ അവിടെ നിന്നാണ് എന്നെ ആദ്യം തിരഞ്ഞെടുത്തതും ഞാൻ പഞ്ചായത്ത് പ്രസിഡൻ്റായി വരുന്നത്. അന്ന് ഈ പഞ്ചായത്തിൽ കാർത്തികപുരത്ത് നിന്ന് ഇക്കരെയുള്ള ഭാഗത്ത് 1 മീറ്റർ റോഡ് പോലും ടാർ ചെയ്യപ്പെട്ടിട്ടുണ്ടായിരുന്നില്ല. കാർത്തികപുരത്ത് പാലമില്ല, ഗതാഗതയോഗ്യമായ റോഡുകളില്ല. അങ്ങനെ ഒരുപാട് പ്രയാസങ്ങൾ ആ കാലത്ത്. അവിടെ നിന്ന് 88 മുതൽ ഇങ്ങോട്ട് നമ്മളെ UDFൻ്റെ പഞ്ചായത്ത് ഭരണകാലത്ത് നടത്തിയിട്ടുള്ള വികസന പ്രവർത്തനങ്ങളുടെ നേട്ടങ്ങളാണ് ഇന്ന് ഉദയഗിരി പഞ്ചായത്തിൽ എവിടെ ചെന്നാലും കാണാൻ വേണ്ടി സാധിക്കുന്നത്. കാർത്തികപുരത്ത് നിന്ന് താബോറിലേക്കുള്ള റോഡ്, മെക്കാടം റോഡ് ടാറിങ്, കാർത്തികപുരത്തെ പാലം, മഞ്ഞവല്ലി പാലം, അതുപോലെ മണക്കടവിലേക്കുള്ള മണക്കടവ് ആലക്കോട് TCB റോഡ്, മെക്കാടം ടാറിങ് ഉൾപ്പെടെ ഒരുപാട് നേട്ടങ്ങൾ നമ്മുടെ പഞ്ചായത്തിനെ കൈവരിക്കാൻ UDFൻ്റെ പഞ്ചായത്ത് ഭരണത്തിനും UDFൻ്റെ ഗവൺമെൻറ്റിനും സാധിച്ചു എന്നത് വലിയ നേട്ടമാണ്. കാർത്തികപുരത്തെ ഗവൺമെൻറ് ആയുർവേദ ആശുപത്രി, കാർത്തികപുരത്തെ ഹോമിയോ ആശുപത്രി, അതിൻ്റെ മനോഹരമായ കെട്ടിടങ്ങൾ, കാർത്തികപുരത്തെ വില്ലേജ് ഓഫീസ്, അതിൻ്റെ സ്മാർട്ട് വില്ലേജ് ഓഫീസ് കെട്ടിടം, അതുപോലെ കാർത്തികപുരത്തെ മഹാത്മാഗാന്ധി ഓഡിറ്റോറിയം, പഞ്ചായത്ത് പണിയെടുത്ത പഞ്ചായത്ത് കമ്മ്യൂണിറ്റി ഹാൾ, മഹാത്മാഗാന്ധി ഓഡിറ്റോറിയം, ഇപ്പോൾ പ്രവർത്തിക്കുന്ന പഞ്ചായത്ത് ഓഫീസ് കെട്ടിടം, ഇതൊക്കെ നിർമ്മിച്ചത് നമ്മുടെ കാലത്താണ്. ഞാൻ പഞ്ചായത്ത് പ്രസിഡൻ്റെ കാലത്താണ് ആ കെട്ടിടങ്ങളൊക്കെ പണിയെടുക്കപ്പെട്ടിരുന്നത്. ഞാൻ ആദ്യം പഞ്ചായത്ത് പ്രസിഡൻ്റാകുമ്പോൾ കാർത്തികപുരത്തെ ഒരു വാടക കെട്ടിടത്തിലായിരുന്നു പഞ്ചായത്ത് ഓഫീസ് പ്രവർത്തിച്ചിരുന്നത്. ആലിൻ്റെ ടൗണിൻ്റെ ഭാഗത്ത് ഒരു 2 മുറി വാടക കെട്ടിടത്തിലായിരുന്നു. അവിടെ നിന്നാണ് ഈ ഇന്ന് കാണുന്ന ഓഫീസ് കെട്ടിടം പണിയെടുത്ത് അങ്ങോട്ടേക്ക് ഓഫീസ് ഷിഫ്റ്റ് ചെയ്തത്. അതുപോലെ എത്രയോ സ്ഥാപനങ്ങൾ, ഉദയഗിരിയിലെ കൃഷി ഓഫീസ് അതിൻ്റെ കെട്ടിടം പണിതത്, ഉദയഗിരിയിലെ മൃഗാശുപത്രി അതിൻ്റെ കെട്ടിടം നിർമ്മിച്ചത്, ഉദയഗിരിയിലെ ഗവൺമെൻറ് ആശുപത്രി അതിൻ്റെ മനോഹരമായ കെട്ടിടങ്ങൾ, IP ബ്ലോക്ക് ഒക്കെ പണി തീർക്കപ്പെട്ടിട്ടുള്ളത് UDF ഭരിച്ച നാടുകളിലാണ്. മണക്കടവിലാണെങ്കിൽ മനോഹരമായ ഷോപ്പിംഗ് കോംപ്ലക്സ് അതിൻ്റെ പണി പൂർത്തിയാക്കി ഉദ്ഘാടനം ചെയ്യപ്പെട്ടത് അന്ന് മുഖ്യമന്ത്രിയായിരുന്ന ശ്രീ AK ആന്റണിയാണ്. മണക്കടവിലെ ഗവൺമെൻറ് ആശുപത്രിയുടെ അന്നത്തെ കെട്ടിടം അതൊക്കെ തന്നെ സ്ഥാപിക്കാൻ ആ കാലത്ത് കഴിഞ്ഞു. മൂരിക്കടവിൽ ശിശുമന്ദിരം, കാർത്തികപുരത്ത് നമ്മുടെ ആലിൻ്റെ അടുത്തുള്ള പഴയ വായനശാല കെട്ടിടം സ്ഥിതി ചെയ്യുന്ന സ്ഥലത്തുള്ള പഞ്ചായത്തിൻ്റെ ഷോപ്പിംഗ് സെൻറ്റർ, അതുപോലെ ഒരുപാട് നേട്ടങ്ങൾ എണ്ണി പറയാനുണ്ട്. അങ്ങനെ ഈ പഞ്ചായത്തിനെ സംബന്ധിച്ച് അതുപോലെ ഉദയഗിരിയിലെ സാംസ്കാരിക നിലയം, അരിവളഞ്ഞുവിൻ്റെ സ്റ്റേഡിയം, കാർത്തികപുരത്തെ സ്റ്റേഡിയം, അങ്ങനെ വിവിധങ്ങളായ നേട്ടങ്ങൾ ഈ പഞ്ചായത്തിൻ്റെ ഭരണരംഗത്ത് UDF 35 വർഷം പിന്നിട്ടപ്പോൾ ഞങ്ങളുണ്ടാക്കിയ നേട്ടങ്ങളാണ്. മറിച്ച് ഇന്ന് LDF 10 വർഷം ഭരിച്ചിട്ട് ഇതുപോലെ ഏതെങ്കിലും ഒരു സ്ഥാപനം ചൂണ്ടിക്കാണിക്കാൻ LDFനാവുമോ? ഇല്ല എന്നതാണ് ഉത്തരം. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾ ഉയർത്തിയ പ്രധാനപ്പെട്ട മുദ്രാവാക്യം
ഉദയഗിരി പഞ്ചായത്തിൻ്റെ വികസനം ആഗ്രഹിക്കുന്ന മുഴുവൻ ആളുകളും UDFിൻ്റെ പഞ്ചായത്ത് ഭരണം തിരിച്ചു വരുവാൻ സഹായിക്കണം. എല്ലാ വാർഡുകളിലും UDFിൻ്റെ സ്ഥാനാർത്ഥികളെ വിജയിപ്പിക്കണമെന്നാണ് ഞങ്ങൾ ആവശ്യപ്പെട്ടത്. ആ ആവശ്യം പൂർണ്ണമായ അർത്ഥത്തിൽ ജനങ്ങൾ ഉൾക്കൊണ്ടു എന്നതാണ് ഞങ്ങളെ ഏറ്റവും കൂടുതൽ സന്തോഷഭരിതരാക്കുന്നത്. ശ്രീ ചന്ദ്രശേഖരൻ്റെ 5 വർഷത്തെ ഭരണം ഇപ്പോൾ അവസാനിക്കുകയാണ്. 20-ാം തീയതി വരെ അദ്ദേഹത്തിന് കാലാവധിയുണ്ട്. അപ്പോൾ ഈ 5 വർഷത്തിനുള്ളിൽ ഈ ഭരണം, LDF ഭരണം, എന്താണ് ഈ പഞ്ചായത്ത് എടുത്തു കാണിക്കാൻ പറ്റുന്ന ഏതെങ്കിലും ഒരു നേട്ടം അവർക്ക് ചൂണ്ടിക്കാണിക്കാനുണ്ടോ? പുഴയിലെ വേനൽക്കാലത്ത് കുറച്ച് പ്ലാസ്റ്റിക്കുകൾ പെറുക്കി കൂട്ടി, അതല്ലെങ്കിൽ കാർത്തികരം ടൗൺ ഉൾപ്പെടെയുള്ള ടൗണുകളിൽ 10 പൂച്ചട്ടി വെച്ചു എന്ന് പറയുന്നതിനപ്പുറത്ത് ഏത് നേട്ടം എടുത്ത് കാണിക്കാൻ? ഞങ്ങൾ ഇന്ന സ്ഥാപനം കൊണ്ടുവന്നു, ഇന്ന കെട്ടിടം പണിതു, ഇന്ന രീതിയിലുള്ള ഒരു സ്ഥാപനം കൊണ്ടുവന്നു എന്ന് പറയാൻ പറ്റുമോ? ഞങ്ങൾ UDFിൻ്റെ ഭരണകാലത്ത് കാർത്തികത്ത് പുഴയിൽ ഉയരത്ത് നിർമ്മിച്ച നമ്മുടെ ഇതുണ്ടല്ലോ, നമ്മുടെ പച്ചത്തുരുത്ത്, ആ പച്ചത്തുരുത്ത് പോലും ഞങ്ങളുടെ കാലത്ത് ഉണ്ടാക്കിയതാണ്. അപ്പോൾ അതിൻ്റെയൊക്കെ പിതൃത്വം ഇന്നിപ്പോൾ അവരവകാശപ്പെടുന്നു കേട്ടത്. അപ്പോൾ ഏതായിരുന്നാലും അങ്ങനെ വികസന രംഗത്ത് ഒരു കാര്യവും ചൂണ്ടിക്കാണിക്കാനില്ലാത്ത ഒരു ഭരണകൂടമാണ് ഈ ഭരണം പിന്നിടുന്ന LDFിൻ്റെ ഭരണം എന്നതാണ് യാഥാർത്ഥ്യം. MLA ശ്രീ സജി ജോസഫ് ഈ പഞ്ചായത്തിലെ 6 കേന്ദ്രങ്ങളിൽ വഴിവിളക്കുകൾ സ്ഥാപിക്കാൻ വേണ്ടി ഫണ്ട് അനുവദിച്ചു. പക്ഷേ ഈ പഞ്ചായത്ത് അനുമതി കൊടുത്തില്ല എന്നും അതുകൊണ്ട് ആ വിളക്ക് സ്ഥാപിക്കാൻ സാധിച്ചിട്ടില്ല. ഹിമാസ് ലൈറ്റുകൾ, മിനിമാസ് ലൈറ്റുകൾ, നിങ്ങൾക്കറിയാവുന്ന കാർത്തികപുരത്ത് ഉദയഗിരിയിലൊക്കെ ഇപ്പോൾ വെട്ടിത്തിളങ്ങുന്ന ആ ലൈറ്റുകൾ MBC കെ സുധാകരൻ MPയുടെ ഫണ്ടിൽ നിന്ന് അനുവദിച്ചതും KC ജോസഫ് MLA ആയിരുന്നപ്പോൾ അനുവദിച്ച ഫണ്ടുകളാണ്. അതുകൊണ്ട് ഇന്ന് എത്രയോ സൗകര്യമുണ്ട് രാത്രി കാലങ്ങളിൽ ആ ടൗണുകളിലൊക്കെ. അതുപോലെ ശ്രീ സജി ജോസഫ് 6 കേന്ദ്രങ്ങളിൽ ഈ ലൈറ്റ് അനുവദിച്ചിട്ട് അതിന് അനുമതി കൊടുക്കാൻ ഈ പഞ്ചായത്ത് തയ്യാറായില്ല. കേവലം രാഷ്ട്രീയ വിരോധമൊന്നും മാത്രമാണ്. മറിച്ച് അവർ ജോസ് കെ മാണിയുടെ MP ആയ രാജ്യസഭാ മെമ്പറായ ജോസ് കെ മാണിയുടെ ഫണ്ടിൽ നിന്ന് അനുവദിച്ച 2 ലൈറ്റുകൾ സ്ഥാപിക്കാൻ അനുമതി കൊടുക്കുകയും ചെയ്തു. അപ്പോൾ വഴിവിളക്കുകൾക്ക് ജോസ് കെ മാണിയുടെ ഫണ്ടിന് അനുമതി കൊടുക്കുകയും ഇവിടെ സജി ജോസഫ് MLA, നിയമമണ്ഡലം MLA, അദ്ദേഹം ഫണ്ട് അനുവദിച്ചിട്ട് അത് വേണ്ട എന്ന് തീരുമാനിക്കുകയും ചെയ്ത ശ്രീ ചന്ദ്രശേഖരൻ്റെ നേതൃത്വത്തിലുള്ള ഭരണസമിതി ഈ പഞ്ചായത്തിലൂടെ കാണിച്ച കടുത്ത അനീതിയാണ്, അവഗണനയാണ്. ഈ നാടിൻ്റെ വികസനത്തെ തടസ്സപ്പെടുത്തുന്ന പ്രവർത്തനങ്ങളെ ഈ പഞ്ചായത്ത് ചെയ്തിട്ടുള്ളൂ. കാർത്തികപുരത്ത് നിങ്ങൾ നോക്കൂ, നമ്മൾ ആ പഴയ പാലത്തിൻ്റെ സൈറ്റിൽ ഒരു ടൗൺ സ്ക്വയർ നിർമ്മിക്കണമെന്നുള്ളൊരാഗ്രഹം ഞങ്ങൾക്കുണ്ടായിരുന്നു. ഞങ്ങൾ കഴിഞ്ഞ UDF ഭരണസമിതിയുടെ കാലത്ത് അത് ഉൾപ്പെടുത്തിയതാണ്. പക്ഷേ നിർഭാഗ്യവശാൽ ഫണ്ടിൻ്റെ അപര്യാപ്തം അന്ന് ചെയ്യാൻ സാധിച്ചില്ല. ഈ ഭരണസമിതി വന്നപ്പോൾ നമ്മുടെ കഴിഞ്ഞ LDF ഭരണസമിതി നമ്മുടെ മെമ്പർമാരത് ആവശ്യപ്പെടുകയും അതിനുള്ള ശ്രമങ്ങൾ നടത്തുകയും ചെയ്തു. പക്ഷേ അവിടെ ടൗൺ സ്ക്വയറിന് പകരം ഇപ്പോൾ നിർമ്മിച്ച് വെച്ചിട്ടുള്ളത് ഒരു മൂത്രപ്പരയാണ്. എന്തിനാണ് പാലത്തിന് അക്കരയും ഇക്കരയും 2 മൂത്രപ്പര നിർമ്മിക്കേണ്ട കാര്യമുണ്ട്? ഇക്കരെ പഴയൊരു മൂത്രപ്പര ഞങ്ങൾ നിർമ്മിച്ചതുണ്ട്, കംഫർട്ട് സ്റ്റേഷൻ. അപ്പോൾ അക്കരെ ആ നല്ല ഒരു സൈറ്റ് കൊണ്ട് നശിപ്പിച്ച് കളഞ്ഞു. അവിടെ ശരിക്ക് നല്ല ഒരു ടൗൺ സ്ക്വയർ നിർമ്മിച്ചാൽ പഞ്ചായത്തിലെ പബ്ലിക് പരിപാടികളൊക്കെ, പൊതുവേദികളൊക്കെ പങ്കിടാൻ പറ്റുന്ന ഒരു പ്ലാറ്റ്ഫോമായി അത് മാറുമായിരുന്നു. പക്ഷെ അതിനൊന്നും ഈ പഞ്ചായത്ത് ഭരണസമിതി, LDF ഭരണസമിതി ഒരു താല്പര്യവും കാണിച്ചില്ല. അങ്ങനെ ഒരു കാര്യത്തിലും, നാടിൻ്റെ വികസന കാര്യത്തിൽ, ടൗണുകളുടെ വികസന കാര്യത്തിലൊക്കെ ഒരു താല്പര്യവും കാണിക്കാത്ത ഭരണസമിതി ജനങ്ങളിൽ നിന്ന് അകന്നു എന്നത് യാഥാർത്ഥ്യമാണ്. ഇപ്പോൾ ഇന്നലെ നമ്മൾ പത്രത്തിൽ കണ്ടു, ഇവിടെ ഉടുമ്പൻചോലയിൽ, ഇടുക്കിയിൽ പഴയ മന്ത്രി മണി, അദ്ദേഹം എന്താ പറഞ്ഞത്? ഇവിടെ ജനങ്ങൾ വോട്ട് ചെയ്യാത്തത് LDFിൻ്റെ സ്ഥാനാർത്ഥികളെ തോൽപ്പിച്ചത് അദ്ദേഹം പറഞ്ഞ് പെൻഷൻ്റെ കാശ് മേടിച്ച് ഷാപ്പിട്ട് വയറുന്നതിൽ ഷാപ്പിട്ടതിന് ശേഷം വോട്ട് മറിച്ച് ചെയ്തു എന്ന് പറയുന്നത് വാസ്തവ എന്തൊരു ജനങ്ങളെ അപമാനിക്കുന്ന പണിയാണ്. ഇത് മണിയുടെ വീട്ടിൽ നിന്ന് കൊടുത്ത ഫണ്ടൊന്നും അല്ലല്ലോ ഈ പെൻഷൻ തുക. അത് നമ്മുടെ നികുതി പണം എടുത്ത് കേരളത്തിലെ സർക്കാർ ജനങ്ങൾക്ക് ക്ഷേമ പെൻഷൻ കൊടുക്കുന്ന പൈസയിൽ പോലും വാങ്ങി തിന്നിട്ട് വോട്ട് ചെയ്തില്ല എന്ന ആക്ഷേപം പറയുന്ന രാഷ്ട്രീയ നേതാക്കന്മാർ നയിക്കുന്ന പാർട്ടിയായി CPM പാർട്ടി മാറിയിരിക്കുകയാണ്. അപ്പോൾ അത്രയും വില കുറഞ്ഞ രീതിയിൽ ജനങ്ങളെ ഇത്രയേറെ അപഹസിക്കുന്ന, അപമാനിക്കുന്ന ഒരു ഭരണവർഗത്തിൻ്റെ അഹങ്കാരത്തിന് കിട്ടിയ ജനങ്ങളുടെ പ്രതികരണമാണ് ഈ തെരഞ്ഞെടുപ്പിൽ ഈ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം LDFിന് വമ്പിച്ച പരാജയവും UDFിന് വലിയ വിജയവും നൽകി ജനങ്ങൾ ആദരിച്ചത് എന്നതൊരു യാഥാർത്ഥ്യമാണ്. അപ്പോൾ ആ ഒരു UDF തരംഗം തന്നെ കേരളത്തിലുണ്ടായിരിക്കുന്നു. ആ തരംഗത്തിൻ്റെ ഭാഗമായിട്ടാണ് ഉദയഗിരി പഞ്ചായത്തിലും വന്നിട്ടുള്ള വലിയ വിജയം എന്ന് ഞങ്ങൾ കണക്കാക്കുന്നു. ഉദയഗിരിയിലെ 15 വാർഡുകളിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പിൽ 12 വാർഡുകളിലും UDFിൻ്റെ സ്ഥാനാർത്ഥികളാണ് മികച്ച വിജയം കരസ്ഥമാക്കിയിട്ടുള്ളത്. 1-ാം വാർഡിൽ ശ്രീമതി ജെയ്സി അവർ നല്ല വിജയം കൈവരിച്ചു. 2-ാം വാർഡിൽ ശ്രീ ഷീൻ ഡക്കേൽ നല്ല വിജയം കൈവരിച്ചു. അതുപോലെ 4-ാം വാർഡിൽ ശ്രീമതി ടെസ്സി, മുൻ മെമ്പർ കൂടിയാണ്, അവർ വിജയിച്ചു വന്നു.
5-ാം വാർഡിൽ ശ്രീമതി ഷീബ അവർ നല്ല ഭൂരിപക്ഷത്തോടെ വിജയിച്ചു. 6-ാം വാർഡിൽ ശ്രീമതി സൗദത്ത് അവർ നല്ല ഭൂരിപക്ഷത്തോടെ വിജയിച്ചു വന്നു. 7-ാം വാർഡിൽ ശ്രീ വിനോദ് വിജയിച്ചു വന്നു. 8-ാം വാർഡിൽ മുൻ പഞ്ചായത്ത് സെക്രട്ടറി കൂടിയായ ശ്രീ പ്രസന്നകുമാർ വലിയ ഭൂരിപക്ഷത്തോടെ വിജയിച്ചു വന്നു. അതുപോലെ 9-ാം വാർഡിൽ ശ്രീമതി പ്രീത വലിയ ഭൂരിപക്ഷത്തോടെ വിജയിച്ചു വന്നു. അതുപോലെ 10-ാം വാർഡിൽ പ്രിയപ്പെട്ട നമ്മുടെ ബേബി കോയിക്കൽ നല്ല ഭൂരിപക്ഷത്തോടെ വിജയിച്ചു വന്നു. 11-ാം വാർഡിൽ ശ്രീമതി സിന്ധു നിലവിൽ മെമ്പറായിട്ട് ശ്രീമതി സിന്ധു അവിടെയും വിജയിച്ചു വന്നു. അപ്പുറത്ത് 12-ാം വാർഡിൽ ശ്രീമതി സരിത ജോസ് അവരും നല്ല നിലയിൽ വിജയിച്ചു വന്നു. 13-ാം വാർഡിൽ അടുത്ത കാലത്ത് കേരള കോൺഗ്രസ് രാജിവെച്ച് കോൺഗ്രസിൽ ചേർന്ന ശ്രീ ജോയ് പള്ളിപ്പറമ്പിൽ അദ്ദേഹം നല്ല ഭൂരിപക്ഷത്തോടെ വിജയിച്ചു വന്നു. അപ്പോൾ ഈ വിജയങ്ങളൊക്കെ നൽകുന്ന സൂചനകൾ UDFനെ തിരിച്ചു വിളിക്കാൻ ഈ പഞ്ചായത്തിലെ ജനങ്ങൾ കാണിച്ച ധീരമായ തീരുമാനത്തിൻ്റെ ഭാഗമായിട്ടാണ് ഞങ്ങളതിനെ കാണുന്നത്. കേവലം 3 വാർഡുകളിൽ മാത്രമാണ് LDFൻ്റെ സ്ഥാനാർത്ഥികൾ ചെറിയ വോട്ടെങ്കിലും വിജയിക്കപ്പെട്ടത്. 3-ാം വാർഡിൽ, അതുപോലെ 14-ാം വാർഡിൽ, 15-ാം വാർഡിൽ. ആ 3 വാർഡ് ഒഴിച്ച് 12 വാർഡുകളിലും UDFന് മിന്നുന്ന വിജയം സമ്മാനിച്ച ഉദയഗിരി പഞ്ചായത്തിലെ വോട്ടർമാരോടുള്ള ഞങ്ങളുടെ നന്ദി ആദ്യമായി തന്നെ അറിയിക്കട്ടെ. എത്ര ചുമതലാബോധത്തോടു കൂടി UDFൻ്റെ മെമ്പർമാർ പ്രവർത്തിക്കണം എന്നതിൻ്റെ ഗൗരവം ഞങ്ങൾ അതിലൂടെ കാണുകയാണ്. ജനങ്ങൾ ഞങ്ങളിൽ അർപ്പിച്ചിട്ടുള്ള വിശ്വാസം തീർച്ചയായും അത് കൃത്യമായി കാത്തുസൂക്ഷിക്കും. ഈ നാടിൻ്റെ വികസന രംഗത്ത് നിർണായകമായ വരാനിരിക്കുന്ന 5 വർഷങ്ങളിൽ നിർണായകമായ പ്രവർത്തനങ്ങൾ നടത്തി മുന്നോട്ട് പോകും. ഈ നാടിൻ്റെ മുരടിച്ചു പോയ വികസന പ്രവർത്തനങ്ങൾക്ക് ആക്കം കൂട്ടാൻ UDF ശക്തമായ പ്രവർത്തനങ്ങൾ നടത്തും. അതിന് കരുത്ത് പകരാൻ ഞാനടക്കമുള്ള കോൺഗ്രസിൻ്റെയും UDFൻ്റെയും നേതാക്കന്മാർ ഈ പുതിയ ഭരണസമിതിക്ക്, പുതിയ മെമ്പർമാർക്ക് പിന്തുണ നൽകി ഞങ്ങൾ മുന്നോട്ട് പോകും. കാർത്തികപുരത്തെ ടൗൺ സ്ക്വയറൊക്കെ യാഥാർത്ഥ്യമാക്കും. ജനങ്ങൾക്ക് ഉപകാരപ്രദമായ രീതിയിൽ ആ ടൗൺ സ്ക്വയർ യാഥാർത്ഥ്യമാക്കും. അതുപോലെ നിഷേധിക്കപ്പെട്ട ശ്രീ സജീവ് ജോസഫ് MLA തുടങ്ങി വയ്ക്കുകയും നിഷേധിക്കുകയും ചെയ്ത LDF ഭരണം നിഷേധിക്കുകയും ചെയ്ത ആ മിനിമാസ് ലൈറ്റുകളൊക്കെ കൃത്യമായി ഞങ്ങൾ പുനഃസ്ഥാപിക്കും. അവശേഷിക്കുന്ന മേഖലകളിലൊക്കെ സ്ട്രീറ്റ് ലൈറ്റ് ഉൾപ്പെടെയുള്ള സൗകര്യങ്ങൾ ഏർപ്പെടുത്തും. അങ്ങനെ എല്ലാ മേഖലകളിലും, അതുപോലെ ഗതാഗത രംഗത്ത് പ്രയാസം അനുഭവിക്കുന്ന പൊട്ടിത്തകർന്നു കിടക്കുന്ന റോഡുകളൊക്കെ ഗതാഗതയോഗ്യമാക്കാൻ, റീടാർ ചെയ്യാൻ ആവശ്യമായ നടപടികൾ സ്വീകരിക്കും. കുടിവെള്ളമില്ലാത്ത മേഖലകളിൽ കുടിവെള്ളം എത്തിക്കാൻ സഹായം നൽകും. അതുപോലെ വീടില്ലാത്ത ആളുകൾക്ക് കൃത്യമായും പാവപ്പെട്ട ജനങ്ങൾക്ക് വീട് നിർമ്മിക്കുന്നതിന് ആവശ്യമായ പദ്ധതികൾ ആവിഷ്കരിച്ച് നടപ്പിലാക്കും. അങ്ങനെ എല്ലാ മേഖലയിലും, കാർഷിക മേഖലയിൽ കർഷകർ അനുഭവിക്കുന്ന ദുരിതങ്ങളിൽ അവരെ സഹായിക്കാൻ കേരളത്തിലെ ഗവൺമെൻറ്റുമായി ചേർന്ന് നിരവധിയായ പദ്ധതികൾ ആവിഷ്കരിക്കും. നിങ്ങൾക്കറിയാം, 4 മാസം കൂടി കഴിഞ്ഞാൽ കേരളത്തിൽ മറ്റൊരു തെരഞ്ഞെടുപ്പ് വരികയാണ്, അസംബ്ലി തെരഞ്ഞെടുപ്പ്. ആ തെരഞ്ഞെടുപ്പിൽ, ഈ തെരഞ്ഞെടുപ്പിൻ്റെ തുടർച്ചയായി തന്നെ, ഈ ജനവിധിയുടെ തുടർച്ചയായി തന്നെ വലിയ ഒരു ഉത്തേജനം ആ തെരഞ്ഞെടുപ്പിൽ ഉണ്ടാകും. UDFൻ്റെ ഒരു തിരിച്ചുവരവ് കേരളത്തിലെ ഗവൺമെൻറ് തലത്തിലുമുണ്ടാകും. 4 മാസം, അടുത്ത ഏപ്രിൽ മാസം മുതൽ നടക്കുന്ന ആ തെരഞ്ഞെടുപ്പിൽ തീർച്ചയായും UDFും കേരളത്തിൽ തിരിച്ചു വരും. ഏപ്രിലിന് ശേഷം UDFൻ്റെ ഒരു സർക്കാർ കേരളത്തിൽ അധികാരത്തിലുണ്ടാവും. അപ്പോൾ ആ സർക്കാരുമായി ചേർന്ന് പഞ്ചായത്തിൻ്റെ ഭരണസാരഥികളെ ഒക്കെ കോർത്തിണക്കി UDFൻ്റെ ശക്തമായ പിന്തുണയോടെ ഈ പഞ്ചായത്തിനകത്ത് വികസന രംഗത്ത് വലിയ ഒരു തേരോട്ടം നടത്തി അവശേഷിക്കുന്ന വികസന ആവശ്യങ്ങൾക്കൊക്കെ പരിഹാരം കണ്ട് മുന്നോട്ട് പോകാൻ UDFൻ്റെ പുതിയ ഭരണസമിതി രംഗത്തുണ്ടാവും എന്ന് സൂചിപ്പിക്കുന്നു. അതോടൊപ്പം തന്നെ അവർക്കെല്ലാ പിന്തുണയുമായി UDFൻ്റെ ശക്തമായ നേതൃത്വവും ഞങ്ങളും പിന്നിലുണ്ട്. തീർച്ചയായും ഈ നാട്ടിലെ ജനങ്ങൾ, ഈ പഞ്ചായത്തിലെ ജനങ്ങൾ ആഗ്രഹിക്കുന്ന വികസന പ്രവർത്തനങ്ങൾ വളരെ വേഗത്തിൽ അടുത്ത 5 വർഷക്കാലം കൊണ്ട് മുമ്പോട്ട് പോകാൻ ഞങ്ങളൊക്കെ UDF നിങ്ങളോടൊപ്പമുണ്ട്, ജനങ്ങളോടൊപ്പമുണ്ട്, ഈ നാടിനോടൊപ്പമുണ്ട് എന്ന് ഉറപ്പ് നൽകിക്കൊണ്ട് ഒരിക്കൽ കൂടി ഞങ്ങളുടെ സ്ഥാനാർത്ഥികളെ വിജയിപ്പിക്കാൻ തയ്യാറായ ഉദയഗിരിയിലെ ജനങ്ങൾക്ക് ഒരിക്കൽ കൂടി നന്ദി പ്രകാശിപ്പിക്കുന്നു. എല്ലാവർക്കും നന്ദി, അഭിവാദ്യങ്ങൾ.